നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഡൽഹിയിലെ അക്രമത്തിനെതിരെ പ്രതിഷേധം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി. മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ധർണ നടത്തിയത്. മണ്ണാങ്കടവ് തോട്ടിൽ അനധികൃത കയ്യേറ്റം. മൂവാറ്റുപുഴ പേട്ട നിവാസികൾ നേരിടുന്ന രൂക്ഷമായ ദുരിതത്തിനെതിരെ LDF കൗൺസിലർമാർ രംഗത്ത്. ജനങ്ങളുടെ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ നഗരസഭ അടിയന്തരമായി ഇടപെടണം. ഡൽഹിയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് മർദ്ദനം. പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം വൺവേ ജംഗ്ഷനിൽ സമാപിച്ചു. ഭക്ഷണം വാങ്ങി നൽകിയില്ല. ആയവനയിൽ യുവാവിനെ കുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കൊച്ചുപുരയ്ക്കൽ പ്രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പായിപ്ര കേന്ദ്രമാക്കി പുതിയ പോലീസ് സ്റ്റേഷൻ അനുവദിക്കണം. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നിവേദനം നൽകി മാത്യു കുഴൽനാടൻ MLA. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തന പരിധി കണക്കിലെടുത്താണ് ആവശ്യം. വാർത്തകൾ വിശദമായി. ഡൽഹിയിലെ അക്രമത്തിനെതിരെ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KPCC സെക്രട്ടറി KM സലീം ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷ MPമാരെയും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണയും നടത്തി. കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ യോഗം KPCC സെക്രട്ടറി KM സലീം ഉദ്ഘാടനം ചെയ്തു. സമരം നടത്തിയപ്പോൾ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഒരു ഏകാധിപതിയുടെ ഭരണത്തിൽ പോലീസ് അഴിഞ്ഞാടുന്ന രീതിയിൽ ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരെ, സമാധാനപരമായി സമരം ചെയ്ത നേതാക്കന്മാരെ വലിച്ചിടിച്ച് ബലമായി വണ്ടിയിൽ കയറ്റാനും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പെരുമാറാനും ഒക്കെ തുനിഞ്ഞതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നലെയും ഇന്നും രാജ്യത്തെമ്പാടും ഇതുപോലെയുള്ള പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നത്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KO ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ സലാം, ബ്ലോക്ക് ഭാരവാഹികളായ സാബു P വാഴയിൽ, PK മനോജ്, മജീദ് പൂക്കടശ്ശേരി, ഉമ്മർ മാറാടി, നൌഷാദ് മേക്കനാട്, ജോളി മാറാടി, മനു ബ്ലായിൽ, VG ഏലിയാസ്, സജി T ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ണാങ്കടവ് തോട് കയ്യേറ്റത്തിനും മാലിന്യം തള്ളലിനുമെതിരെ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് LDF കൗൺസിലർമാർ രംഗത്ത്. പ്രതിപക്ഷ നേതാവ് മജീദ് മങ്ങാടിന്റെ നേതൃത്വത്തിൽ മണ്ണാങ്കടവ് തോടും പേട്ട നിവാസികളെയും സന്ദർശിച്ചു. മൂവാറ്റുപുഴ നഗരസഭയിലെ മണ്ണാങ്കടവ് തോട്ടിലെ അനധികൃതമായ കയ്യേറ്റവും അശാസ്ത്രീയമായ നിർമ്മാണവും കാരണം മൂവാറ്റുപുഴ പേട്ട നിവാസികൾ നേരിടുന്ന രൂക്ഷമായ ദുരിതത്തിനെതിരെ LDF കൗൺസിലർമാർ രംഗത്ത്. പ്രതിപക്ഷ നേതാവ് മജീദ് മങ്ങാടന്റെ നേതൃത്വത്തിൽ LDF കൗൺസിലർമാർ മണ്ണാങ്കടവ് തോടും പേട്ട നിവാസികളെയും സന്ദർശിച്ചു. കോട്ടയം റോഡിൽ നിന്നും ഗവൺമെന്റ് ആശുപത്രി പരിസരങ്ങളിലെ ഹോട്ടലുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ശുചിമുറി മാലിന്യങ്ങൾ അടക്കം മണ്ണാങ്കടവ് തോട്ടിലേക്കാണ് ഒഴുകുന്നത്. ഇതുമൂലം പ്രദേശത്ത് വൻ ദുർഗന്ധവും ആരോഗ്യ ഭീഷണിയുമാണ് നിലനിൽക്കുന്നത്. തോട്ടിലെ ഓടകളുടെ അശാസ്ത്രീയമായ നിർമ്മാണവും കയ്യേറ്റവുമാണ് പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണമാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് മജീദ് മങ്ങാടൻ ആരോപിച്ചു. നഗരസഭയുടെ
മണ്ണാങ്കടവ് തോടുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് ഇവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഇതുവരെ എടുക്കുന്നില്ല. അജണ്ടകളിൽ പല പ്രാവശ്യവും ഇങ്ങനെ വന്നു പോകുന്നതല്ലാതെ ഈ പ്രദേശത്തെ ആളുകളുടെ വിഷയങ്ങൾ, ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിനൊരു പരിഹാരം കാണുന്നത് എന്നാണ്, അത് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ച് ഇന്ന് ഈ പ്രദേശത്തെ താമസക്കാരുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് ആലോചിച്ചപ്പോൾ ഇവർ പറയുന്നത് ഇവർ എന്തിനും തയ്യാറാണ്, എന്ത് നഗരസഭ എടുക്കുന്ന തീരുമാനത്തിൻ്റെയും ഒപ്പം ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ് എന്നാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഞങ്ങൾ ഇവിടെ എത്തുകയും ഈ പ്രദേശവാസികളായിട്ട് സംസാരിക്കുകയും അവരുടെ എല്ലാം ഒത്താശയോടുകൂടി ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് പൂർത്തീകരിക്കണമെന്നും ഈ തോടിൻ്റെ വീതി കൂട്ടി ഈ സുഗമമായ രീതിയിൽ വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയാൽ ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ചെയർപേഴ്സണുമായിട്ട്, വാർഡ് കൗൺസിലറുമായിട്ട്, നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗമായിട്ട് എല്ലാം ഞങ്ങൾ സംസാരിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഉള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. തോടിന്റെ വീതി കൂട്ടി ജനങ്ങളുടെ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ നഗരസഭ അടിയന്തരമായി ഇടപെടണമെന്നും ഓടകൾ പൊളിച്ചു നീക്കി നീരൊഴുക്ക് സുഗമമാക്കണമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. തോട് കയ്യേറുന്നതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ നഗരസഭ സെക്രട്ടറിക്ക് ഉത്തരവ് നൽകിയിരുന്നതായി മുൻ കൗൺസിലർ ജാഫർ സാദിഖ് പറഞ്ഞു. ചെയർപേഴ്സൺ, വാർഡ് കൗൺസിലർ, എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവരുമായി സംസാരിച്ച പ്രശ്നത്തിന് പരിഹാരമാക്കുമെന്നും കൗൺസിലർമാർ പറഞ്ഞു. പ്രതിപക്ഷ കൗൺസിലർമാരായ മജീദ് മങ്ങാടൻ, കിഷോർ NM, റബിൻസ് T, അലിയാർ സജി, രജനി സജീവ്, അമ്പിളി ബിജു, ജയ സുഗു എന്നിവർ സന്ദർശനത്തിൽ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴയിലെ കച്ചേരിത്താഴം പാലത്തിന് സൗന്ദര്യവത്കരണം നടത്തുമ്പോഴും തൊട്ടടുത്ത ലതാപാലം അവഗണനയിൽ. കച്ചേരിത്താഴം പാലത്തിന് ലഭിച്ച അതേ പരിഗണനയും സുരക്ഷാ സൗകര്യങ്ങളും ലതാപാലത്തിനും എപ്പോൾ ലഭ്യമാകുമെന്ന ചോദ്യത്തിനുള്ള മറുപടി കാത്തിരിക്കുകയാണ് നഗരവാസികളും സ്ഥിരം യാത്രക്കാരും. മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെയും 4 വരിപ്പാത യാഥാർത്ഥ്യമാക്കുന്നതിന്റെയും ഭാഗമായി കച്ചേരിത്താഴം പാലം മനോഹരമായി സൗന്ദര്യവൽക്കരിക്കുകയും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തപ്പോൾ തൊട്ടടുത്തുള്ള ചരിത്രപ്രസിദ്ധമായ ലതാപാലത്തോടുള്ള അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധം ശക്തമാകുന്നു. നഗരത്തിന് പുതിയ മുഖച്ഛായ നൽകുന്ന തരത്തിൽ കച്ചേരിത്താഴം പാലത്തിൽ കാൽനട യാത്രക്കാർക്കായി സംരക്ഷണ കൈവരികളും ടയറുകൾ പാകിയ മനോഹരമായ നടപ്പാതയും ഒരുക്കി സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ ഏതാനും മീറ്ററുകൾ മാത്രം അകലെയുള്ള ലതാപാലം ഇന്നും യാതൊരുവിധ നവീകരണവും സുരക്ഷാ പരിഗണനയും ലഭിക്കാതെ കിടക്കുകയാണെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ലതാപാലത്തിലെ കാൽനടപ്പാതയിൽ പാകിയിട്ടുള്ള ടൈലുകൾ ഭൂരിഭാഗവും ഇളകിമാറുകയും പൊട്ടിപ്പൊളിയുകയും ചെയ്ത നിലയിലാണ്. ഇത് കാൽനട യാത്രക്കാരെ ഗുരുതരമായ അപകട ഭീഷണിയിലാക്കുന്നതായി പരാതി ഉയരുന്നുണ്ട്. ദിവസേന 100 കണക്കിന് ആളുകളും സ്കൂൾ വിദ്യാർത്ഥികളും വയോധികരും ഉൾപ്പെടെ നിരവധി പേരാണ് പാലത്തെ ആശ്രയിക്കുന്നത്. ഇളകിയ ടൈലുകളിൽ കാൽ തെറ്റി റോഡിലേക്ക് വീഴാനോ വാഹനങ്ങൾക്ക് മുന്നിലേക്ക് പതിക്കാനോ സാധ്യതയുണ്ടെന്നാണ് യാത്രക്കാരുടെ ആശങ്ക. രാത്രികാലങ്ങളിൽ ആവശ്യമായ വെളിച്ചമില്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. ഇതിനു പുറമെ പാലത്തിന്റെ തൂണുകളിൽ വളർന്നു നിൽക്കുന്ന ആൽ ഉൾപ്പെടെയുള്ള മരങ്ങൾ പാലത്തിന്റെ ബലത്തെ തന്നെ ബാധിക്കുന്ന സാഹചര്യവുമാണുള്ളത്. ഇവ അടിയന്തരമായി വെട്ടിമാറ്റണമെന്നും പാലം നിർമ്മിച്ച കാലത്ത് സ്ഥാപിച്ച കൈവരികളുടെ ഉയരം ഇന്നത്തെ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി വർദ്ധിപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നഗരമധ്യത്തിലെ പ്രധാന റോഡുകൾ 4 വരി പാതയാക്കി മാറ്റുകയും കച്ചേരിത്താഴം പാലം ഉൾപ്പെടെയുള്ള മേഖലകൾ ആധുനികവൽക്കരണത്തിൽ നവീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തൊട്ടടുത്തുള്ള ലതാപാലത്തിലെ അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങൾ പോലും അവഗണിക്കപ്പെട്ടത് എന്തുകൊണ്ടെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഒരു പാലത്തിന് എല്ലാ സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കുമ്പോൾ സമീപത്തുള്ള മറ്റൊരു പാലത്തെ പൂർണ്ണമായും അവഗണിക്കുന്നത് നഗരവികസനത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. കച്ചേരിത്താഴം പാലത്തിന് ലഭിച്ച അതേ പരിഗണനയും സുരക്ഷാ സൗകര്യങ്ങളും ലതാപാലത്തിനും എപ്പോൾ ലഭിക്കുമെന്ന ചോദ്യത്തിനുള്ള മറുപടി കാത്തിരിക്കുകയാണ് നഗരവാസികളും സ്ഥിരം യാത്രക്കാരും.
അപകടം സംഭവിച്ച ശേഷമല്ല, അതിന് മുമ്പ് തന്നെ ആവശ്യമായ അറ്റകുറ്റപ്പണികളും സുരക്ഷാ നവീകരണങ്ങളും നടപ്പാക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. 22.6 മീറ്റർ ദൂരം ജലാശയത്തിനടിയിൽ മുങ്ങി 68കാരൻ. പിറവം സ്വദേശിയായ ജെയിംസ് ഓണശ്ശേരിലാണ് ഒറ്റശ്വാസത്തിൽ മുങ്ങിയ പ്രായം കൂടിയ വ്യക്തിയെന്ന നിലയിൽ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും സ്ഥാനം പിടിച്ചത്. ഒറ്റശ്വാസത്തിൽ 22.6 മീറ്റർ ദൂരം ജലാശയത്തിനടിയിൽ മുങ്ങിയ 68കാരൻ ജെയിംസ് ഓണശ്ശേരിയിൽ ഭേദിച്ചത് ധൈര്യത്തിന്റെ അതിരുകൾ. പിറവം സ്വദേശിയായ ജെയിംസ് ശാസ്താമുകളിലെ വെള്ളം നിറഞ്ഞ പാറമടയിലാണ് ഫ്രീ ഡൈവിംഗിലൂടെ കാണികളെ വിസ്മരിപ്പിച്ച പ്രകടനം നടത്തിയത്. ഫ്രീ ഡൈവിംഗ് കോച്ചസ് ഓഫ് ഏഷ്യയും സ്വിംഫിൻ അക്കാദമിയും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ കൂടുതൽ ആഴത്തിൽ ഒറ്റശ്വാസത്തിൽ മുങ്ങിയ പ്രായം കൂടിയ വ്യക്തി എന്ന നിലയിൽ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ജെയിംസ് സ്ഥാനം പിടിച്ചു. മുങ്ങിമരണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഫ്രീ ഡൈവിംഗിന് ഏറെ പ്രസക്തിയുണ്ട്. ആശിർ ചേലുപ്പാറയാണ് ജെയിംസിന്റെ പരിശീലകൻ. ഒറ്റശ്വാസത്തിൽ ശാസ്താമുകളിലെ പാറമടയിൽ 22.6 മീറ്റർ അടിയിലേക്ക് മുങ്ങിപ്പോകാൻ സാധിച്ചുവെന്നും തന്റെ പ്രായത്തിലുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ താനാണ് ഏറ്റവും കൂടുതൽ ദൂരം പോയിട്ടുള്ള ആളെന്നും ജെയിംസ് പറഞ്ഞു. ഇവിടെ ഏഷ്യയിലെ ഹോളണ്ടിൽ നിന്നൊരു സായിപ്പ് വന്നിരുന്നു, ജെറോൺ എലോട്ട്. അദ്ദേഹം ഫ്രീ ഡൈവിംഗ് കോച്ചസ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഫ്രീ ഡൈവിങ് ഞാൻ പഠിച്ചത്. അതിനുശേഷം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ വർഷം കോഴിക്കോടുള്ള സിംഫിൻ അക്കാദമിയുടെ ഡയറക്ടർ ശ്രീമാൻ ആശിർ ചേലുപ്പാടം, അദ്ദേഹം രാഷ്ട്രപതി അവാർഡ് നേടിയിട്ടുള്ള ആളാണ്. എന്നെപ്പോലെ തന്നെ ഫ്രീ ഡൈവിങ്ങും ജെറോൺ എലോട്ടിൻ്റെ കീഴിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങൾ ഇവിടെ അത് പ്രാക്ടീസ് ചെയ്യും. അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്താണ് ഞാൻ ഈ റെക്കോർഡ് അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. എൻ്റെ ഏജിലുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ ദൂരം പോയിട്ടുള്ള ആൾ. അങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടാൻ എനിക്ക് കഴിഞ്ഞു. സ്കൂബ ഡൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സിലിണ്ടർ എയർ ഫില്ല് ചെയ്തിട്ടുള്ള സിലിണ്ടർ വെച്ചിട്ടാണ് വെള്ളത്തിൻ്റെ കീഴിലേക്ക് പോകുന്നത്. ഇത് ഫ്രീ ഡൈവിങ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫയർഫോഴ്സിന് അല്ലെങ്കിൽ ഒരു സ്കൂബ ഡൈവറിന് എമർജൻസി ആയിട്ട് ഒന്ന് വെള്ളത്തിലേക്ക് ചാടണമെങ്കിൽ ഏറ്റവും മിനിമം 6 മുതൽ 8 മിനിറ്റ് വരെ സമയമെടുക്കും അവർക്ക് പ്രിപ്പയർ ചെയ്ത് വരാൻ. പക്ഷേ ഒരു ഫ്രീ ഡൈവറെ സംബന്ധിച്ച് നേരിട്ട് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകാൻ കഴിയും. അപ്പോൾ ആ സമയലാഭം, നമ്മുടെ ഗോൾഡൻ ടൈം എന്ന് പറയും. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വെള്ളത്തിൽ ഇപ്പോൾ ഒരാൾ അടിയിൽ അകപ്പെട്ടു പോയാൽ അയാളെ മുങ്ങിച്ചെന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരാൻ പറ്റും. ശ്വസന സഹായ ഉപകരണങ്ങൾ ഇല്ലാതെ ജലാശയത്തിന് അടിയിലേക്ക് പോകാൻ കഴിയുന്ന ഫ്രീ ഡൈവിങ്ങിന് കൂടുതൽ പ്രചാരണം നൽകുവാനും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. പുഴയിലും പൂളിലും നീന്തൽ പരിശീലിപ്പിക്കുന്ന ജെയിംസ് സ്കൂബ ഡൈവിംഗ്, കയാക്കിംഗ്, ഫ്രീ ഡൈവിംഗ് എന്നിവയും പരിശീലിപ്പിക്കുന്നുണ്ട്. കോതമംഗലത്ത് 9 ദിവസം നീണ്ടു നിൽക്കുന്ന മൺസൂൺ ഫെസ്റ്റിവൽ ഒരുങ്ങുന്നു. മഴക്കാല ടൂറിസത്തിന് പുതിയ ദിശ നൽകുകയെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനുള്ള അവലോകന യോഗം കുട്ടമ്പുഴയിൽ നടത്തി. കോതമംഗലം മൺസൂൺ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനുള്ള ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗം കോതമംഗലം MLA ഷിബു തെക്കുംപുറത്തിന്റെ നേതൃത്വത്തിൽ നടത്തി. കോതമംഗലത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തി മഴക്കാല ടൂറിസത്തിന് പുതിയ ദിശ നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. മഴ അനുഭവത്തിനായി കോതമംഗലത്തേക്ക് വരൂ എന്ന പ്രമേയത്തിൽ ഓഗസ്റ്റ് 1 മുതൽ 9 വരെ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവലിന്റെ ലക്ഷ്യങ്ങളും പരിപാടിയുടെ രൂപരേഖയും MLA യോഗത്തിൽ വിശദീകരിച്ചു. തട്ടേക്കാട് മിനി സ്വിറ്റ്സർലാൻഡ് പ്രധാന വേദിയാകുന്ന ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 1 മന്ത്രി മോൻസ് ജോസഫ് നിർവഹിക്കും. ഫെസ്റ്റിവലിന്റെ ഭാഗമായി മഴപ്പാട്ട് സദ്യ, ബൈക്ക് റേസ്, സൈക്കിൾത്തോൺ, ജീപ്പ് റൈസ്, ഷൂട്ട് ദി റെയിൻ ഫോട്ടോഗ്രാഫി മത്സരം, ട്രെക്കിംഗ് ഡ്രയർ, ട്രൈബൽ ഫോക്ലോർ ഷോ, മഴനൃത്ത മത്സരം തുടങ്ങി മഴയും പ്രകൃതിയും പ്രമേയമാക്കിയ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കുന്നതെന്ന്
MLA അറിയിച്ചു. ഉദ്ഘാടന സമ്മേളനം 4 മണിക്ക് നമ്മുടെ ജലസേചന വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് നിർവഹിക്കും. അന്ന് കൂടുതൽ പരിപാടികളൊന്നുമില്ല. അന്നത്തെ ദിവസം ഉദ്ഘാടന സമ്മേളനവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. 2-ാം തീയതി ഞായറാഴ്ച നമ്മളൊരു ബൈക്ക് റൈഡ് ക്രമീകരിക്കാം എന്നാണ് ആലോചിക്കുന്നത്. ഞായറാഴ്ചയാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവിധ ജോലിയുള്ളവർ, സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കൊക്കെ നമ്മുടെ ബൈക്ക് റൈഡിൽ പങ്കെടുക്കാൻ കഴിയും. ഞായറാഴ്ചയാണ് അവർക്കും അനുയോജ്യമായൊരു ദിവസം. അപ്പോൾ ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് അവസാനിപ്പിക്കുന്ന നിലയിൽ നമ്മളൊരു ടൂറിസം സർക്യൂട്ട് പ്ലാൻ ചെയ്യുന്നു. ആ ടൂറിസം സർക്യൂട്ടിൻ്റെ റൂട്ടിലൂടെ ഈ ബൈക്ക് റൈഡ് പോകുന്ന നിലയിലേക്കാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഓഗസ്റ്റ് 9 നടക്കുന്ന സമാപന സമ്മേളന ചടങ്ങിൽ മന്ത്രി അനൂപ് ജേക്കബ് മുഖ്യ അതിഥിയാകും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ്, പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് KP ജോർജ് കുട്ടി, കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി, കുട്ടമ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, DTPC സെക്രട്ടറി, VPIP അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവർ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം എത്തുന്ന വിജയുടെ ജനനായകൻ തിയേറ്ററുകളിൽ. വിജയുടെ അവസാന സിനിമയെന്ന നിലയിൽ വലിയ പ്രതീക്ഷകളോടെയാണ് മൂവാറ്റുപുഴയിൽ ആരാധകരും കുടുംബ പ്രേക്ഷകരും ചിത്രത്തെ വരവേറ്റത്. ദളപതി വിജയുടെ സിനിമാ ജീവിതത്തിലെ അവസാന ചിത്രമായ ജനനായകൻ തിയേറ്ററുകളിലെത്തി. രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷമെത്തുന്ന വിജയുടെ അവസാന സിനിമയെന്ന നിലയിൽ വലിയ പ്രതീക്ഷയോടെയാണ് മൂവാറ്റുപുഴയിൽ ആരാധകരും കുടുംബ പ്രേക്ഷകരും ചിത്രത്തെ വരവേറ്റത്. ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് നഗരത്തിലും വലിയ ആഘോഷ പരിപാടികളാണ് വിജയ് ആരാധകർ സംഘടിപ്പിച്ചത്. കച്ചേരിത്താഴം തോട്ടത്തിൽ ഫാഷൻ ജുവലറിയുടെ സമീപത്ത് സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ ഫ്ലെക്സിന് മുന്നിൽ നാസിക് ഡോളിന്റെ അകമ്പടിയോടെ ആരാധകർ ആവേശകരമായ ആഘോഷങ്ങളാണ് നടത്തിയത്. വിജയോടുള്ള സ്നേഹസൂചകമായി മഞ്ഞളഭിഷേകവും പുഷ്പവൃഷ്ടിയും നടത്തിയാണ് പ്രിയതാരത്തിന്റെ അവസാന ചിത്രം വരവേറ്റത്. മൂവാറ്റുപുഴ വിജയ് ഫാൻസ് അസോസിയേഷൻ ഗില്ലി ബോയ്സിന്റെ അംഗങ്ങളായ സരുൺ, നിതിൻ, വിഷ്ണു, ഡിതിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. പ്രതീക്ഷകളെ പോലും കടത്തിവെട്ടുന്ന റേഞ്ചിലുള്ള ചിത്രമാണിതെന്നും വിജയുടെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണിതെന്നും ആരാധകർ പറഞ്ഞു. നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്ത് വന്നതിനേക്കാളും ഹയർ റേഞ്ചിലാണ് പടത്തിന്റെ ഇതിരിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു വിജയ് ഫാനാണ് പണ്ട് മുതലേ. എന്നാൽ ആസ് എ വ്യൂവർ എന്നുള്ള നിലയ്ക്ക് വിജയന്റെ കരിയർ ബെസ്റ്റ് ഒരു ബെഞ്ച് മാർക്ക് പടം എന്ന് തന്നെ പറയാം. ഇപ്പൊ വിജയന് ഇപ്പൊ സിനിമാ മേഖലയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. അതാണ് ആഗ്രഹം. പക്ഷേ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാനല്ലേ പറ്റുള്ളൂ നമുക്ക്. അതാണ് വിജയനെ ഇപ്പൊ ഒരു രാഷ്ട്രീയ രംഗത്ത് കാണുന്നതാണ്, അതൊരു സിനിമാ നായകൻ എന്ന രീതിയിൽ കാണുന്നത്. അതിപ്പോ പുള്ളിയുടെ ഡിസിഷനാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞത്. അത് പുള്ളിയുടെ മാത്രം, നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ആഗ്രഹം, നമുക്ക് ഏതിനോടാണ് കൂടുതൽ താല്പര്യം? പുള്ളിയുടെ ഇതിൽ ഇപ്പൊ 5 വർഷം എന്തായാലും ഭരിക്കായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ളത് പുള്ളിയുടെ തീരുമാനമാണ്. പക്ഷെ എന്നാലും സിനിമയിലേക്ക് തിരിച്ചു വരാനാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ നോക്കി നിൽക്കുന്നു. സിനിമ വരുമോ അറിയില്ല, പക്ഷെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇത് നമുക്ക് ഈ വർഷത്തിലെ ഒരിക്കലുള്ള ഇതല്ലേ ഉള്ളൂ. പോക്കിരി കണ്ടിട്ട് ഫാനായ ഒരാളാണ് ഞാൻ. പോക്കിരി സിനിമ കണ്ടിട്ട് ഫാനായ പുള്ളിയുടെ ഒരു 10ാം ക്ലാസ് മുതൽ ഞാൻ ബലാദം മുതൽ തിയേറ്ററിൽ ഐസക്ക് മുതൽ പടം കണ്ടു തുടങ്ങിയതാണ് പുള്ളിയുടെ ഒറ്റയ്ക്ക് വന്നിട്ട്. അപ്പോൾ ഒരു പെട്ടെന്നൊരു ഡിസിഷൻ എടുത്തപ്പോൾ ഒരു സങ്കടം തന്നെ. പ്രിയതാരം സിനിമയിലൂടെ വെള്ളിത്തിരയിലേക്ക് തിരിച്ചു വരണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും മൂവാറ്റുപുഴയിലെ ആരാധകർ. ഡൽഹിയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം വൺവേ ജംഗ്ഷനിൽ സമാപിച്ചു. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം വൺവേ ജംഗ്ഷനിൽ സമാപിച്ചു. നാടിന്റെ കാലാളുകളെയും ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും
ചുംബനം കൊള്ളിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ നൈറ്റ് മാർച്ച് കടന്നു വരികയാണ്. ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നു എങ്കിൽ അവിടെ ഇതാ ഈ വഴിക്കാരയിലൂടെ നാടുണർത്തി നഗരങ്ങളെ ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PA ആരിഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭ വൈസ് ചെയർമാൻ PA അബ്ദുൽ സലാം, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഇയാസ്, നിയോജക മണ്ഡലം ട്രഷറർ സാലിഖ് മലയക്കുടി, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് VA മക്കാർ എന്നിവർ പ്രസംഗിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ഭാരവാഹികളായ നിജാസ് ജമാൽ, ഹാരിസ് വള്ളിക്കുടി, ഹാഷിം തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ സമാരംഭം ശനിയാഴ്ച. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. മധ്യ കേരളത്തിലെ അതിപുരാതന ശ്രീരാമസ്വാമി ക്ഷേത്രമായ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ സമാരംഭം ശനിയാഴ്ച. ക്ഷേത്രത്തിൽ രാവിലെ 10 നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർവഹിക്കും. ക്ഷേത്ര പുനർനിർമ്മാണത്തിന്റെ ധനസമാഹരണത്തിനുള്ള കൂപ്പൺ വിതരണവും ഉദ്ഘാടന ചടങ്ങിൽ നടത്തപ്പെടുമെന്ന് ക്ഷേത്രം രക്ഷാധികാരി ബ്രഹ്മശ്രീ അത്രശ്ശേരി AR രാമൻ നമ്പൂതിരി, ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് നീലകണ്ഠ വാര്യർ, ക്ഷേത്ര സേവാസമിതി സെക്രട്ടറി N വാസുദേവൻ നായർ, ജോയിന്റ് സെക്രട്ടറി വസന്തരാജ്, ശ്രീകോവിൽ പുനരുദ്ധാരണ സമിതി ചെയർമാൻ PS ഹരിദാസ്, ജനറൽ കൺവീനർ G ശ്രീകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മളുടെ ക്ഷേത്രത്തിൽ, തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ 2018 നടന്ന രാമായണ സത്രത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹം അവിടെ വരികയും ചെയ്യുകയും അവിടെ കണ്ട ഞങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചിട്ടുള്ള ചില പഴയ കാലത്തെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവശേഷങ്ങൾ കിടക്കുന്നത് കാണിച്ചതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ചുരുങ്ങിയത് 1000 വർഷത്തെ പഴക്കം കാണും എന്നുള്ളതാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അത്രയും വലിയ പാരമ്പര്യത്തിന് ഉടമകളായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് 4 ആൾ കൂടുതൽ അറിയണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രൗഢിയെ പോയ ഒരു ചെറിയ ഒരു പ്രൗഢി വീണ്ടെടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ശ്രീകോവിലാണ് ഏത് ക്ഷേത്രത്തിൻ്റെയും പ്രധാനപ്പെട്ട ഗർഭഗൃഹം എന്നാണ് ഞാൻ പറയുക. അത് ഏത് സങ്കല്പത്തിലാണോ അവിടെ ദേവനോ ദേവതയോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവരുടെ ഇരിപ്പിടത്തിന് പറയുന്ന പേരാണ് ഈ പറയുന്ന ശ്രീകോവിൽ. ആ ശ്രീകോവിൽ ആണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു പ്രധാനപ്പെട്ട ആകർഷണമായ ഭാഗം ക്ഷേത്രത്തിൻ്റെ. ഞങ്ങളുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചോളം അതിൻ്റെ ഇപ്പോഴുള്ള ശ്രീകോവിലിന് ചെറിയ നിർമ്മാണത്തിൻ്റെ കുഴപ്പം കൊണ്ടാവാം, അല്ലെങ്കിൽ കാഴപ്പഴക്കം കൊണ്ടാവാം, അത് പൊളിച്ച് കളയേണ്ട ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ അത് പൊളിച്ച് കളഞ്ഞ് പുതിയതായിട്ട് പണിയാൻ പോവുകയാണ്. പക്ഷേ പഴയ സാംസ്കാരിക തനിമയും കേരളീയ വാസ്തുശില്പവും ഒക്കെ സമന്വയിപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ രീതിയിലേക്കുള്ള ഒരു തീർച്ചും മരം ആണ് അതിൻ്റെ അടിസ്ഥാനമായി ഉപയോഗിക്കുന്ന വസ്തുത. എല്ലാവരും കണ്ടിട്ടുള്ള ക്ഷേത്രങ്ങളുടെ മാതൃക തന്നെ ആ ക്ഷേത്രത്തിൽ നമ്മൾ ആഞ്ഞിലിത്തടി ഉപയോഗിക്കുന്ന ശ്രീകോവിലും പ്രത്യേകത സാധാരണ ചതുരത്തിലുള്ള ശ്രീകോവിലുകളാണ് കൂടുതലുള്ളത്. പക്ഷേ ഇത് വട്ടത്തിലാണ്. അപ്പോൾ അതിന് ഏകദേശം ഒരു 3000 ക്യൂബിക് തന്നെ തടി ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനത്തിലാണ് പോകുന്നത്. ആ നിർമ്മാണം പൂർത്തിയായ ശേഷം അതിൻ്റെ മുകളിൽ ചെമ്പോല പൊതിഞ്ഞുകൊണ്ടുള്ള പൂർത്തീകരിച്ച ശേഷം താഴെക്കിട പ്രതിഷ്ഠയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നല്ലൊരു തുക ചിലവഴിക്കുന്നൊരു സംരംഭമാണ്. അപ്പോൾ സാധാരണഗതിയിലൊരു പുനരുദ്ധാരണ കർമ്മങ്ങൾക്ക് എല്ലാവരും ഉദ്ദേശിക്കുന്നൊരു ലക്ഷങ്ങളുടെ തുകയുടെ കണക്കുകളെ പറയാറുള്ളൂ. നമുക്ക് 3 കോടിയോളം രൂപ വരെ പ്രതീക്ഷിക്കുന്ന ഒരു വലിയൊരു പ്രക്രിയ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് ക്ഷേത്ര പുനരുദ്ധാരണം നടക്കുന്നതിൻ്റെ പ്രക്രിയയ്ക്ക് നമുക്കൊരു തുടക്കം കുറിക്കുകയാണ്. നമുക്ക് ഈ വരുന്ന ശനിയാഴ്ച നമ്മളതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കിടെ സമാരംഭം കുറിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തുകയാണ്. അപ്പോൾ ആ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്ന 2 വ്യക്തികളുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അവരാണ്. അദ്ദേഹം അതിനായിട്ട് എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹം ഒരു മുഖവരില്ലാതെ തന്നെ പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഒറേറ്ററാണ്. അതൊക്കെ അദ്ദേഹത്തിനെ പരിചയമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ പ്രഭാഷണം കൂടി അന്നവിടെ ഉണ്ടാകും. കൂടാതെ കാഞ്ചീപുരം ചന്ദ്രശേഖരേന്ദ്ര വിശ്വവിദ്യാലയം എന്ന് പറയുന്നത് കാഞ്ചീപുരം മഠത്തിൻ്റെ കീഴിലുള്ള അറിയപ്പെടുന്ന ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. അവിടെ സംസ്കൃത പഠനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കുമാണ് ഇമ്പോർട്ടൻ്റെങ്കിലും എല്ലാ തരത്തിലുള്ള കോഴ്സിലും പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൻ്റെ വൈസ് ചാൻസലറായിരുന്നു ഡോക്ടർ VS വിഷ്ണുപൊറ്റി. ഭാഗ്യവശാൽ അദ്ദേഹം തൃക്കളത്തൂർക്കാരനായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറെ സന്തോഷത്തോടെ അദ്ദേഹത്തെയും ഈ പുനരുദ്ധാരണ കർമ്മത്തിൻ്റെ രക്ഷാധികാരി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഏറ്റിട്ടുണ്ട്. ഈ 2 പേരും അന്ന് ഈ സമ്മേളനം അല്ലെങ്കിൽ ഉദ്ഘാടന കർമ്മത്തിലേക്ക് വരുന്നുണ്ട്. കൂടാതെ സമീപ പ്രദേശങ്ങളിലും അല്ലാത്തതുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും എല്ലാ വിശ്വാസികളെയും അല്ലാത്തവരെയൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളോടൊക്കെ ക്ഷണിക്കുന്ന പോലെ തന്നെ. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് നീലകണ്ഠ വാര്യർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ
ചന്ദ്രശേഖരാനന്ദ സരസ്വതി വിശ്വവിദ്യാലയത്തിന്റെ മുൻ വൈസ് ചാൻസലർ വിഷ്ണു പോറ്റി, വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും. പായ്പ്ര കേന്ദ്രമാക്കി പുതിയ പോലീസ് സ്റ്റേഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നിവേദനം നൽകി. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷന്റെ നിലവിലെ പ്രവർത്തന പരിധിയും വർദ്ധിച്ചുവരുന്ന നിയമസമാധാന വെല്ലുവിളികളും കണക്കിലെടുത്താണ് പുതിയ പോലീസ് സ്റ്റേഷൻ ആവശ്യമായി വരുന്നതെന്ന് MLA പറഞ്ഞു. ഏകദേശം 1.30 ലക്ഷം ജനസംഖ്യയും 135 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുമുള്ള പ്രദേശം ഒറ്റ സ്റ്റേഷൻ പരിധിയിൽ നിലനിൽക്കുന്നത് പോലീസ് സേവനങ്ങളുടെ കാര്യക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമാണ്. ജനസുരക്ഷയും നിയമസമാധാന പരിപാലനവും ശക്തിപ്പെടുത്തുന്നതിനും പുതിയ സ്റ്റേഷൻ ഉപകരിക്കുമെന്നും MLA പറഞ്ഞു. ന്യൂഡൽഹിയിൽ ജന്തർ മന്ദറിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും MPമാരെയും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. മഞ്ഞളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഴക്കുളത്ത് പ്രകടനവും പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും നടത്തി. പ്രതിഷേധ ധർണാ സമരം DCC ജനറൽ സെക്രട്ടറി ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. മഞ്ഞളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ ഭക്ഷണം വാങ്ങി നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കൊച്ചുപുരയ്ക്കൽ പ്രതീഷിനെ ബുധനാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ ഭക്ഷണം വാങ്ങി നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ഞായറാഴ്ച ആയോന മടത്തുംപടി ബാലഭവനും മുൻവശത്തെ റോഡിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയ സംഘം കാറിൽ മദ്യപിക്കുന്നതിന് ഇടയിലാണ് തർക്കമുണ്ടായത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കം രൂക്ഷമായതോടെ കാലാമ്പൂർ മാവിൻചൂട് ഭാഗത്തെ മോളിൽ സാബുവിനെ കാലാമ്പൂർ കൊടിയമ്പള്ളി മനോജ് മടക്കുകത്തി ഉപയോഗിച്ച് ആക്രമിച്ചെന്നാണ് പോലീസ് പറഞ്ഞത്. ആക്രമണത്തിൽ ബിബിന് കുത്തേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് മനോജിനെയും മുറിത്തോട്ടത്തിൽ അരുൺ എന്നയാളെയും കഴിഞ്ഞ ദിവസം കല്ലൂർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ കൊച്ചുപുരയ്ക്കൽ പ്രതീഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. പരിക്കേറ്റ ബിബിൻ ചികിത്സയിൽ തുടരുകയാണ്. കല്ലൂർക്കാട് സബ് ഇൻസ്പെക്ടർ കൃഷ്ണൻ, പ്രിൻസിപ്പൽ SI VA അസീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കായനാട് ഗവൺമെന്റ് LP സ്കൂളിൽ ചാന്ദ്രദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക സോബ്ന യു മരിയം ചന്ദ്രദിന സന്ദേശം നൽകി. ബഹിരാകാശത്തെയും ചന്ദ്രപരിവേഷണത്തെയും സംബന്ധിച്ച് KK ഭാസ്കരൻ ക്ലാസ് എടുത്ത ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ പ്രസംഗം, ഗാനങ്ങൾ, സെമിനാർ, നാടകം, നൃത്തം, പോസ്റ്റർ നിർമ്മാണം, ക്വിസ് മത്സരം, റോക്കറ്റ് മോഡൽ നിർമ്മാണം, ചാന്ദ്രദിന സന്ദേശം, ചന്ദ്രനടത്തം എന്നിവ നടത്തി. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. കാവുങ്കര കോട്ടപ്പടിക്കൽ നൂറുദ്ദീൻ 72 നിര്യാതനായി. ഖബറടക്കം നടത്തി ഭാര്യ തങ്കളം മുണ്ടയ്ക്കൽ കുടുംബാംഗം റഷീദ, മക്കൾ റെനു, അനു, ജാസ്മിൻ, ഹഷ്ന, മരുമക്കൾ സുൽത്താൻ ശാന്തമ്പാറ, അൻസിൽ എറണാകുളം, അൻവർ നെല്ലിക്കുഴി, അജ്മൽ ചെറുവട്ടൂർ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.